പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഒരു കരിനിഴൽ വീഴുന്നു എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗഡ്സിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന രീതിയിൽ അവരുടെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നു എന്ന രീതിയിലാണ്. ഇതിന് ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം അൽ ജസീറ അറബിക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇസ്രായേലിന്റെ ഏതൊരു ആക്രമണവും നേരിടുവാൻ ഇറാൻ സന്നദ്ധമാണെന്നാണ്. ഇറാൻ അവരുടെ ആണവ പരീക്ഷണങ്ങൾ അത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് തുടരും. ഇസ്രായേൽ കടന്നുകയറി ഇനിയൊരു ആക്രമണത്തിൽ ഇറാൻ സന്നദ്ധമാണ് എന്ന രീതിയിൽ ഇസ്രായേലി ഗഡ്സിന്റെ പ്രസ്താവനയ്ക്ക് മസൂദ് പെഷസ്ക്യാൻ ഇറാന്റെ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചു, പക്ഷേ തങ്ങളും വളരെ ശക്തമായി ആക്രമിച്ചു. ഇനി ഇസ്രായേൽ ആക്രമിച്ചാലും ഇറാൻ തിരിച്ചാക്രമിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഈ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗഡ്സിന്റെ ഒരു പ്രസ്താവനയാണ്. എന്തായാലും മസൂദ് പെഷസ്ക്യാന്റെ പ്രസ്താവന വരുന്നത് അൽ ജസീറയിലാണ്. അതുമായി ബന്ധപ്പെട്ട് ലോകം കൂടുതൽ വിശകലനങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പിറന്നു വീണത് തന്നെ ഒരു സമ്പന്നതയുടെ മടിത്തട്ടിലാണ്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറന്നു വീണത് തന്നെ അമേരിക്കയുടെയും ഇംഗ്ലണ്ടിന്റെയും കരലാളലേറ്റാണ്. വലിയ ഫണ്ടിങ് ഉണ്ടായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക്. അതുകൊണ്ട് തന്നെ അവർ പിറന്നു വീണതേ സമ്പന്നമായിട്ടാണ്. ഇറാനെ പറ്റി പറയുകയാണെങ്കിൽ 1979 വിപ്ലവത്തിന് ശേഷം വലിയ ഉപരോധങ്ങൾ അതിജീവിക്കേണ്ടി വന്നു ഇറാന്. മിക്കപ്പോഴും അവർക്ക് പാർട്ടുകൾ, അവരുടെ യുദ്ധ ഉപകരണങ്ങളുടെ പാർട്ടുകളൊക്കെ വാങ്ങിക്കുന്നതിന് തന്നെ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട്. പക്ഷേ ഈ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിനോട് ചെറുത്തു നിൽക്കുന്നതാണ് കണ്ടത്. സൈനിക മികവിലും ഉയർതലത്തിലുള്ള സാങ്കേതികതയിലും ഒക്കെ വലിയ മുന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇറാന് അവരോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞു എന്നതിന് വലിയ ഒരു സംഭവമായി അന്തർദേശ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല വലിയ പ്രഹരം ഇസ്രായേലിന് കൊടുക്കുവാൻ പറ്റി എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ വരുന്നത്. പ്രത്യേകിച്ച് മൊസാദ് എന്ന് പറയുന്ന ഒരു ചാര സംഘടനയുടെ ഒരു മുൻതൂക്കമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ യുദ്ധത്തിന്റെ ഗതി വേറെ രീതിയിലാകുമായിരുന്നു. നേരത്തെ തന്നെ ഇറാനിൽ കടന്നു കയറി അവിടെ കൃത്യമായ സ്ഥലങ്ങളിൽ വേരുറപ്പിച്ച മൊസാദ് നൽകിയ നിർദ്ദേശങ്ങൾ, അഥവാ മൊസാദ് കൃത്യമായി തന്നെ ഇറാന്റെ സൈനിക ആസ്ഥാനങ്ങൾ, സൈനിക നേതാക്കന്മാരുടെ വാസസ്ഥലങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഇസ്രായേലി സൈന്യത്തിന് ചോർത്തി നൽകിയതിന്റെ പേരിലാണ് വളരെ ആക്യുറേറ്റഡ് ആക്രമണം ഇറാന് നടത്തുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇറാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേലി ചാര ഏജൻസിയുടെ, തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിന്റെ മുനയൊടിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുകയാണ്. അവരുടെ അർദ്ധസൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്ന ഒരു മാധ്യമ റിപ്പോർട്ട് കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ റെയ്ഡുകളാണ് ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ടെഹ്റാനിലും ഒക്കെ ആയിട്ട് നടക്കുന്നത്. മൊസാദിന്റെ വലിയൊരു ചാരശൃംഖലയെ തന്നെ ഇറാൻ വലയിലാക്കിയിട്ടുണ്ട്. അവർക്ക് പണിഷ്മെന്റ് നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് മൊസാദിന്റെ മുനയൊടിച്ചതിന് ശേഷം ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാം. ഇസ്രായേലും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ മേഖലയിൽ എത്രത്തോളം ശക്തമാകുന്നു അത്രത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. പ്രത്യേകിച്ചും പ്രോക്സികൾ ഉപയോഗിച്ചുള്ള ഇറാന്റെ ഫൈറ്റ് അത് ഇസ്രായേലിനെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ഹൂതികൾ നിരന്തരം ആക്രമിക്കുന്നുണ്ട് ഇസ്രായേലിനെ. അവരുടെ ഏലാൻ തുറമുഖം അടച്ചു കഴിഞ്ഞു. വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇസ്രായേലിൽ ഉടലെടുത്തിട്ടുള്ളത്. ഒപ്പം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഹൂതികളാണ് വളരെ കണ്ണിങ് ആയിട്ട്, വളരെ പർപ്പസ്ഫുള്ളി ലക്ഷ്യമാക്കുന്നത് ഇസ്രായേലിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ. ചെങ്കടൽ വഴി വരുന്ന കപ്പലുകളെ, ഇസ്രായേലിലോട്ട് വരുന്ന കപ്പലുകളെ ഹൂതികൾ വളരെ ലക്ഷ്യബോധത്തോടെ തന്നെ ആക്രമിക്കുന്നത് കൊണ്ട് ആ കപ്പലുകൾ വഴിയുള്ള ഈ ഗതാഗത വിപണനങ്ങളൊക്കെ, അതായത് വ്യാപാര ആവശ്യങ്ങൾക്ക് ഫാക്ടറികളിലോട്ട് വരുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെ ചെങ്കടൽ വഴിയാണ് ഇസ്രായേലിലോട്ട് എത്തുന്നത്. അത് വളരെ പർപ്പസ്ഫുള്ളി ഹൂതികൾ തടയുന്നത് കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേൽ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ അവരുടെ സാറ്റലൈറ്റ് വഹിക്കാനുള്ള ഉപഗ്രഹം പരീക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇത് ചർച്ച ചെയ്യുന്നത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്. ഒപ്പം തസ്നീം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് വലിയ അടിത്തറയാണ് ഈ പരീക്ഷണം എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഈ റോക്കറ്റുകളെ വഹിക്കാനുള്ള ഉപഗ്രഹം ഇറാൻ പരീക്ഷിച്ചതെന്ന വാർത്ത പുറത്തു വരികയാണ്. ഈ 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന്,
ഇറാന്റെ സമുദ്രാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പൽ ഇറാനിയൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USS ഫിഷ് ജൊറാൾ എന്ന് പറയുന്ന കപ്പലാണ് ഇറാന്റെ സമുദ്രാതിർത്തി കടന്ന് അകത്തേക്ക് വരാൻ ശ്രമിച്ചത്. അപ്പോൾ ഇറാന്റെ നാവികസേനയുടെ ഹെലികോപ്റ്റർ ആ കപ്പലിനെ പിന്തുടർന്ന് തിരികെ പോകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കപ്പൽ തിരികെ പോയി എന്ന വാർത്തയാണ് വലിയ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 25ഓളം ഇസ്രായേലി സൈനികരെ ഗസയിൽ വധിച്ചു എന്ന ഒരു അവകാശവാദം അൽ ഖസാം ബ്രിഗേഡ് ഉയർത്തുന്നുണ്ട്. റഫ, ഖാൻ യൂനിസ് പ്രദേശങ്ങളിലായി ഇസ്രായേലി സൈനികരെ ആക്രമിക്കുവാൻ കഴിഞ്ഞു. ആന്റി പേഴ്സണൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന വാർത്ത ആണ് ഇവർ പുറത്തുവിടുന്നത്. ഖസാം ബ്രിഗേഡ് പുറത്തുവിടുന്നത്. യാസീൻ 105 ഷെല്ലുകളും ഇവർ ഉപയോഗിച്ചു എന്ന വാർത്തയും പുറത്തുവിടുന്നത്. അതായത് ഗസയിലും ഖാൻ യൂനിസിലും ഒക്കെ വലിയ തിരിച്ചടി ഇസ്രായേൽ സൈനികർക്ക് കിട്ടുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ സിറിയയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗസയിൽ വലിയ ഒരു കൂട്ടക്കുരുതി നടത്തുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനും ശക്തമായ തിരിച്ചടി കിട്ടുന്നുണ്ടെന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. ലോകത്തിന്റെ ശ്രദ്ധ സിറിയയിലേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ഗസയിലെ മനുഷ്യക്കുരുതി, അതിന് ശക്തമായ തിരിച്ചടി അൽ ഖസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ കിട്ടുന്നുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.